തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, നമ്മുടെ ഓരോ ജീവികളും നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലെ ഓരോ ജീവികൾക്കും നൈസർഗികമായ പല കഴിവുകളുണ്ട്. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യൻ അവൻ്റെ വൈജ്ഞാനികവും വൈകാരികവും ബുദ്ധിശക്തിയിലുമെല്ലാം ഒത്തിരി മാറ്റങ്ങൾ, മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യനിൽ തന്നെ ഇവയിലെല്ലാം ഇവൻ്റെ ബുദ്ധിശക്തിയിലായാലും വൈകാരികവും വൈജ്ഞാനികവുമായ മേഖലകളിലെല്ലാം ചില കുറവുകൾ സംഭവിക്കാറുണ്ട്. ഇത് അവനെയും അല്ലെങ്കിൽ അവൻ മൂലം സമൂഹത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ ചോദിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് എൻ്റെ അടുക്കെ വന്ന ഒരു ക്ലയൻറ്റിൻ്റെ ഒരു കാര്യമാണ്. ഒരു ഏകദേശം ഒരു 13-14 വയസ്സ് പ്രായമുള്ള ഒരു മോനെയും കൊണ്ട് മുത്തശ്ശി, അതായത് അവൻ്റെ അച്ഛൻ്റെ അമ്മ വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഒത്തിരി വിഷമത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടുവരുന്നത്. കൊച്ചിൻ്റെ അച്ഛനും അമ്മയും ഇവൻ്റെ കാര്യത്തിൽ വലിയ ബോധറേഷനൊന്നും കാണിക്കുന്നില്ല. അവൻ വളരുമ്പോൾ വളർന്നോളും, പഠിക്കുമ്പോൾ പഠിച്ചോളും, ചിരിക്കുന്ന സമയത്ത് ചിരിച്ചോളും, അത് ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്, കണ്ടും കേട്ട് അവൻ അങ്ങ് പഠിച്ചാൽ എന്താ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ നിൽക്കുന്നത്. അവർ രണ്ടുപേരും ബിസി ആയിട്ട് ഉള്ള ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിൽ വ്യാപൃതരാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുമ്പോഴത്തേക്കും ഈ കുഞ്ഞിനെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കാം പഠിക്കാൻ വളരെ പുറകോട്ടാണ്. അപ്പോൾ കുട്ടിയുടെ അമ്മ പറയുന്നത്, ഞാൻ ഇച്ചിരി പുരോഗമന ചിന്താഗതിയൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല, പഠിക്കേണ്ട, അത്രേ ഉള്ളൂ, അവൻ എന്താണോ ഇഷ്ടം അതങ്ങ് പഠിച്ചു പോയിക്കോട്ടെ. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പുള്ളിക്കാരത്തി നിൽക്കുന്നത്. ഹസ്ബൻഡ് ആണെങ്കിലും, ഞാൻ ബിസി ആയിട്ടുള്ള ഒരാളാണ്, എന്നെയും ആരും ഒത്തിരി ഇരുത്തി പഠിപ്പിച്ചിട്ടല്ല ഞാൻ പഠിക്കുന്നത്, മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടല്ല എങ്ങനെ ഇടപെടേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചും അങ്ങനെയൊക്കെ അങ്ങ് ചെയ്താൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് ഇവർ ബോർഡിങ്ങിലാക്കിയിരുന്നു. പക്ഷേ ഒരു വർഷമേ നിന്നുള്ളൂ. ഒരു 1ാം ക്ലാസ് കാലഘട്ടത്തിലൊക്കെ കുട്ടിയെ കൊണ്ടാക്കി പിന്നെയും തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇവനെ ഓരോ സ്ഥലത്ത് ഇവർ പോകുമ്പോഴായാലും കൊണ്ടുപോകും. പക്ഷേ അവിടെയൊക്കെ ഒരു വർഷം കഴിയും, എടുത്ത് കൊണ്ടേ വിടും. അന്ന് ഈ കുട്ടിയെക്കുറിച്ച് ഇവരാരും ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു 2 വർഷത്തോളം എൻ്റെ കൂടെയാണ് കുട്ടിയുള്ളത്. അപ്പോൾ കുട്ടിയിൽ ഒത്തിരി ഡിഫക്റ്റ് ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അവനൊരിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അതവൻ ശ്രദ്ധിക്കണമെന്നില്ല, അനുസരിക്കില്ല. ഇവൻ്റെ അപ്പനും അമ്മയാണെങ്കിലും പറഞ്ഞു കൊടുക്കണം, ആരെയും അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ സ്വതന്ത്രമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും അവന് ടീച്ചേഴ്സിനോടൊന്നും ഒത്തിരി അടുപ്പമൊന്നുമില്ല. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാലും 0 കിട്ടിയാലും മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നമില്ല. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് ഈ അമ്മച്ചി ആരുടെ ഒരു ക്ലാസ് കേൾക്കുകയോ ആരോ എന്തോ പറയുന്നതിൻ്റെ കാര്യത്തിലാണ് നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവരുന്നത്. സിസ്റ്റർ, ഇവനെ ഒന്ന് അസസ് ചെയ്യണം, ഈ കുട്ടി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, കാരണം ഇവന് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഇവൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. വേണ്ട രീതിയിൽ ഇവനെ ഒന്ന് ഉപയോഗിപ്പിക്കാനുള്ള ട്രെയിനിങ് ഇവന് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കേസ് എടുക്കുമ്പോൾ എനിക്കും ഒത്തിരി വിഷമം തോന്നി. കാരണം റിസോഴ്സസ് ഉള്ളൊരു കുട്ടിയാണ്, നല്ലൊരു കുട്ടിയാണ്, ഒത്തിരി കലാപരമായിട്ട് വാസനകളുള്ള കുട്ടിയാണ്. പഠിക്കാനാണെങ്കിലും നമ്മൾ പറയുന്ന ഒരു ആവറേജ് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഏകദേശം ഒരു 6 മാസത്തോളമുള്ള നമ്മുടെ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇത്രയും റിസോഴ്സസ് ഉള്ളൊരു കുട്ടിയായിരുന്നല്ലോ അതെന്ന്. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ടീച്ചർ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലോകത്തിലെ മറ്റു ജീവജാലങ്ങളെല്ലാം അത് ജീവിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് അതിന് കിട്ടിയിരിക്കുന്ന നൈസർഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്നേറ്റായിട്ടുള്ള കഴിവ് ഉപയോഗിച്ച് അത് വളരുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് അവനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യങ്ങൾ അവനെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബുദ്ധിശക്തി എത്രയും കൂടുതൽ, ഐക്യു കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അതായത് കറക്റ്റ് ഒരു ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ അത് ശരിയായി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാം അത്യാവശ്യമാണ് അല്ലേ. നമ്മൾ ഐക്യു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കോഗ്നേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് നമ്മുടെ തലച്ചോറ് കൊണ്ട് അത് ചിന്തിച്ചെടുക്കുന്ന അല്ലെ പല കാര്യങ്ങളെയും അനുഭവിച്ചറിയുന്ന ഒരു ശക്തിയാണ്, അതിനുള്ളൊരു കപ്പാസിറ്റിയാണ്. പക്ഷേ
ഈ ഒരു ബുദ്ധിശക്തി മാത്രം പോരാ ഒരു മനുഷ്യനെ മനുഷ്യനാക്കാനായിട്ട്. അവിടെ നമുക്ക് വേണ്ടതൊരു അഡാപ്റ്റബിലിറ്റിയാണ്. അതായത് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു സഹകരണവും സാമൂഹികമായിട്ടുള്ളൊരു നിപുണതയും ഇല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിശക്തി കൊണ്ട് മാത്രം പ്രയോജനമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ കുട്ടികളുടെ ബുദ്ധിശക്തി അളക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോൾ അവർക്കൊരു കണക്ക് കൂട്ടാനുള്ള പ്രോബ്ലം സോൾവിങ്ങിനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സിക്യൂട്ടീവ് കപ്പാസിറ്റി, മെമ്മറി കപ്പാസിറ്റി, ലേണിംഗ് ചെയ്യാനുള്ള ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കി അത് പഠിച്ച് വേറൊരു സമയത്ത് അത് റെസ്പോണ്ട് കൊടുക്കാനുള്ള ഒരു പ്രവർത്തന ശൈലി മാത്രമല്ല, അതിനെ അഡാപ്റ്റീവ് ഒരു സ്റ്റൈലിലേക്ക് അതിനെ കൊണ്ടുവരാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനെയാണ് നമ്മൾ പറയുന്നത് ആ ഒരു സോഷ്യൽ സ്കിൽസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ഇടപെടുമ്പോഴത്തേക്ക് ഒരു ടീച്ചറിന്റെ അടുത്ത് ഇടപെടുന്നത് പോലെയല്ല മാതാപിതാക്കളുടെ അടുത്ത് ഇടപെടുന്നത്, അതുപോലെയല്ല മറ്റു കുട്ടികളുടെ അടുത്ത് ഇടപെടുന്നത്. ഒരു സങ്കടം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന വാക്കുകളല്ല ദേഷ്യം വന്നിരിക്കുമ്പോഴത്തേക്ക് പറയുന്നത്. അപ്പോൾ വേറൊരാൾ നമ്മളോട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനത്തിലും വ്യത്യാസമുണ്ടെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ സാമൂഹികമായിട്ടുള്ളൊരു ദർശനം ആവശ്യമാണ്. അപ്പൊ ഈ അഡാപ്റ്റബിലിറ്റി കുറഞ്ഞു പോകുമ്പോൾ കുട്ടികളിൽ മനുഷ്യത്വം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിക്ക് മാർക്ക് കിട്ടി, അല്ലെങ്കിൽ അവൻ ഏത് കാര്യങ്ങളും സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നു, മാത്തമാറ്റിക്കലി അവന് ആ ഒരു കാര്യങ്ങളെല്ലാം ക്ലറിക്കൽ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നു എന്നോർത്തുകൊണ്ട് ഒരു മനുഷ്യന്റെ മാനുഷികത, മനുഷ്യത്വം, അല്ലെങ്കിൽ അവന്റെ വൈകാരിക തലം ഫുൾഫിൽ ആകണമെന്നില്ല. ഇപ്പൊ കുട്ടികളുടെ അല്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വളർച്ചയുടെ പൂർണ്ണത വരുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചേരുമ്പോഴാണ്? നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും അയാളുടെ ഒരു പരിപൂർണതയിൽ എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതുമെല്ലാം മറ്റു പല സ്റ്റേറ്റ്മെന്റുകളുടെ ബേസിസിലാണ്, അല്ലെ? ഇപ്പൊ ഒരു ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടീച്ചറിന് ഉണ്ടാകേണ്ട കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും, ക്വാളിറ്റി ഉണ്ടാവാം. ദാറ്റ് ഈസ് ആൻ എക്സ്പെക്റ്റഡ് ക്വാളിറ്റി എന്ന് പറയും. അതായത് ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൊഫഷനിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ ഈ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 100% ഒരാളിൽ നിന്ന് വരില്ല. അപ്പോൾ നമ്മൾ അതിനെ പറയുന്ന ഒരു ജെനുവിൻ റോളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്, ഒരു ജെനുവിനാലിറ്റിയാണ് നമുക്കുള്ളത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ജീവിക്കുന്ന സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യാനുള്ള, അനുരൂപപ്പെടാനുള്ളൊരു കപ്പാസിറ്റി വേണം. ചില കാര്യങ്ങളിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം. ചില കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നത് പലപ്പോഴും പലർക്കും എന്താണ് എവിടെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പോകുന്നു, അല്ലെ? ഇപ്പം നമ്മള് പറയും, ഒരു പൂച്ചയെ ഒത്തിരി നമ്മൾ ഓമനിച്ചൊക്കെ വളർത്തുന്നു, അല്ലെ? പൂച്ചയെ ഭയങ്കര ഓമനിച്ച് വളർത്തുന്നു, നമ്മൾ പേര് വിളിക്കുമ്പോൾ പൂച്ച മ്യാവെന്ന് വെക്കുന്നു. ഓക്കെ, അതിനുശേഷം പൂച്ചയെ നമ്മൾ ഫേസ് ടു ഫേസ് പിടിച്ചിട്ട് ചിരിക്കടാന്ന് പറഞ്ഞാൽ ചിരിക്കുവോ? ഇല്ല, അല്ലെ? പക്ഷേ പൂച്ചയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പൂച്ചയെ വേണ്ട രീതിയിൽ നോക്കുന്നുണ്ട്, അത് ചിരിക്കണം എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്താലോ? പറ്റില്ല. അപ്പോൾ ഇത് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യനിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യങ്ങൾക്ക് നമുക്ക് ഒരു കൺട്രോളിങ് കപ്പാസിറ്റി വേണം. ഇത് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിലാണ് ഒരു മനുഷ്യൻ അഡാപ്റ്റബിൾ ആകുന്നു, അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലേക്ക് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പറയാറുണ്ട്, അതായത് ഒരുപാട് അറിവുള്ള ഒരു മനുഷ്യനാണ്, പക്ഷെ അയാൾക്ക് പെരുമാറാൻ അറിയില്ല, മറ്റു സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല എന്ന് പറയും. ഒത്തിരി അങ്ങനെയുള്ള പല ആളുകളെയും കണ്ടിട്ടുമുണ്ട്. ഇതെങ്ങനെയാണ് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, ഈ ബുക്ക് വേം സ്റ്റുഡൻസ് എന്നൊക്കെ പറയും, അതായത് പുസ്തക പുഴുക്കളായിട്ടൊക്കെയുള്ള, ജനറൽ ആയിട്ട് ഞാൻ പറയുമല്ല കേട്ടോ. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു അറിവിന്റെ ലോകത്തേക്ക് ഭയങ്കര കൗതുകപരമായിട്ട് പോകുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട്. അപ്പം ഞാൻ പറയും, ഈ KG ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് LP UP വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള ഇന്ററാക്റ്റീവ് സെഷൻസ് കൂട്ടണം.
അവരൊരുമിച്ച് സംസാരിക്കുന്നത്, അവരുടെ ഭാഷ, അവരുടെ ലാംഗ്വേജ്, അവർ തമ്മിലുള്ള ഇമോഷണൽ എക്സ്പ്രഷൻസ്, വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടണം. അപ്പൊ ഇന്ന് പലപ്പോഴും നമ്മുടെ ഈ അക്കാഡമിക്കൽ, നമ്മുടെ വിദ്യാഭ്യാസ ഒരു സമ്പ്രദായത്തിന്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ഒരു പോരായ്മയിൽ ഞാൻ കാണുന്നൊരു കാര്യം, കുട്ടികൾക്ക് പാഠപദ്ധതികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് കൂടുതൽ ഫോക്കസ് ലഭിക്കുകയും അതിന് സ്ട്രെസ് കൂടുകയും, എന്നാൽ സാമൂഹികമായിട്ടുള്ള അല്ലെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഉൾപ്പെടാനുള്ള സമയം കുറയുകയും ചെയ്യുന്നു. പണ്ട് ഞാൻ ഓർക്കുവാണ്, ഞാനൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ PT ക്ലാസ്സുകളുണ്ട് അല്ലെ, ഇന്റർവെൽ ടൈമുകൾ കൂടുതലുണ്ട്. നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നു, അടുത്ത ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നു, ചിലപ്പോൾ ചില വഴക്കുകൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ ഒത്തിരി വളർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇത് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ചില നാടുകൾ, നമ്മൾ പറയുന്ന ചില റീജിയൻ ഓഫ് ഒരു പ്ലേസുകൾ, വില്ലേജ് ആകാം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു അർബൻ ഏരിയകളാകാം, അവിടെയൊക്കെ കൂടുതൽ കുട്ടികൾ തമ്മിൽ ഇൻട്രാക്ഷൻ കൂടുമ്പോൾ അവിടുത്തെ ഒരു കുട്ടികളുടെ ആ ഒരു ആവറേജ് സിസ്റ്റം ഫങ്ഷനിങ് നോക്കുമ്പോൾ കൂടുതലുള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്, നമ്മുടെ ഏരിയ നമുക്ക് തരുന്ന കൾച്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മുടെ പൊതുസ്ഥാപനങ്ങളിലായാലും ജോലി സ്ഥലങ്ങളിലൊക്കെ ഒരു സാമൂഹിക ബന്ധം വളരെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. തിരക്കുകളിലൂടെ പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ആ ഒരു ബന്ധങ്ങൾ എപ്പോഴും നമ്മുടെ സാമൂഹ്യ വികസനത്തിനും മനുഷ്യന്റെ വികസനത്തിനും ആവശ്യമായിട്ടുള്ളതല്ലേ? ആവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു ഷെൽട്ടർ ആൻഡ് ക്യൂബിക്കിൾ സെക്ടറുകൾ കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ക്യൂബിക്കിളിൽ ഇരുന്നാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഒരാൾക്കാരുമായിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷൻസ് കുറയുമ്പോൾ നമ്മളിലൊക്കെ ഒരു റിജിഡിറ്റി അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ചിലപ്പോൾ പറയും, ഇപ്പം ഞാൻ ഓർക്കുവാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ഓരോ ക്യൂബിക്കിളാണ് തരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോറടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ളവർ ചിലപ്പോൾ കേസ് എടുക്കുമായിരിക്കും, നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പം ഞങ്ങളൊരു 3-4 പേര് കൂടി ഞങ്ങളൊരു കാര്യം പറഞ്ഞു, ഇന്ന സമയത്ത് നമുക്ക് ക്യാൻറ്റീനിൽ പോകണം. ആക്ച്വലി ഒരു ചായ കുടിക്കുക അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കഴിക്കുക എന്നതിനേക്കാൾ ഉപരിയായി കാണുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, നമ്മൾ നമ്മുടെ കേസസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആക്ച്വലി കേസ് ഡീൽ ചെയ്യുമ്പോഴും ഞാനൊരു മനുഷ്യൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കേസുകളാണ് ഡീൽ ചെയ്യുന്നതെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ആൾക്കാരുള്ളിടത്ത് പോയി എനിക്ക് എല്ലാവരും ഒന്ന് കാണണം എന്ന് തോന്നും. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു കാണുക, ഇടപെടുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്നതിന് സമയം കുറഞ്ഞു, വേഗതയേറിയ ഒരു സംസ്കാരമായൊക്കെ വന്നപ്പോൾ ആൾക്കാർ തമ്മിലുള്ള പിരിമുറുക്കങ്ങൾ കൂടി. ഇപ്പോൾ അയൽവക്കത്ത് ചെന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയുന്നു, ഇപ്പോൾ നമ്മൾ പറയും സാധാരണ അയൽവക്കത്ത് ചെന്ന് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയും, എങ്കിൽ പോലും അവിടെ സ്ട്രെസ്, സമ്മർദ്ദങ്ങൾ കുറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം ഇതേപോലെ സോഷ്യൽ ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ സ്പേസ് ക്രമീകരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെ സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന കുറെ ടാർഗറ്റുകൾ തീർക്കണമെന്നാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ ടീച്ചറിനാണെങ്കിലും ഒരു സിലബസ് തീർക്കണം, ഇന്ന ഒരു സെമസ്റ്ററിനുള്ളിൽ അവരുടെ എക്സാം എഴുതേണ്ടതാണ് എന്നൊരു വല്ലാത്തൊരു ആദി വന്നു കഴിയുമ്പോൾ നമുക്ക് കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി എന്നാണ്ട് വിശേഷം, രാവിലെ എന്താ കഴിച്ചത് എന്ന് ചോദിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു സാമൂഹ്യ ബന്ധങ്ങളില്, വൈകാരിക ബന്ധങ്ങളിലൊക്കെ കുറവ് വരാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിനുള്ളൊരു സ്പേസ്, സമയം നമ്മൾ കൊടുക്കുന്നില്ല. അത് നമ്മൾ അറിഞ്ഞു തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മുടെ കുട്ടികളുടെ വളർച്ചാ കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഡെവലപ്മെന്റൽ ഡിലേ വരുന്നത് ഇത് ഇവരുടെ ഒരു ബുദ്ധിശക്തിയെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു കറസ്പോണ്ടിങ് നേച്ചറുകളാണ്. ഇപ്പോൾ ഒരു 6 മാസം പ്രായമുള്ളൊരു കുട്ടിയെ നമ്മളൊരു ചെറിയ ശബ്ദമുണ്ടാക്കി വിളിക്കുമ്പോൾ കണ്ണ് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, അത് ക്രോഡീകരിക്കാനായിട്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള
കുഞ്ഞിന്റെ ബുദ്ധിമുട്ടാണ്. അതൊരു ചെറിയ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ അത് വലുതായി വരും തോറും ഇതിനൊന്ന് ഇന്റഗ്രേറ്റ്, അതായത് സമന്വയിപ്പിച്ച് കൊണ്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ കുഞ്ഞിന്റെ ബുദ്ധിശക്തിയുടെ, അതായത് കോഗ്നേറ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റിയുടെ കുറവാണ്. അപ്പൊ അത് രണ്ട് രീതിയിലുണ്ട്. കപ്പാസിറ്റി കുറഞ്ഞത് കൊണ്ട് കുട്ടി ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മറ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ചില കോഗ്നേറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ കൊച്ചിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അത് IQ കുറഞ്ഞതിൻ്റെ ഒരു ലക്ഷണമാകാം. ഇനി IQ ഉണ്ട്, പക്ഷേ അതായത് ഒരു ആവറേജ് IQ, നമ്മൾ സൈക്കോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അസസ്മെന്റ് ടൂൾസിനെയാണ് നമ്മൾ പറയുന്നത് സൈക്കോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈക്കോമെട്രി കൊണ്ടാണ് നമ്മൾ ഈ അസസ് ചെയ്യുന്നത്. ആ അസസ്മെന്റിൽ ഒരു റേഞ്ച് ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ IQ ആവറേജ് എന്നൊക്കെ പറയുന്നത് ഒരു 90 to 110 ആണ്. ഇതിന് ബിലോ, അതായത് ഇതിനൊരു 60 ബിലോ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ 70 ബിലോ ഒക്കെ പോകുമ്പോഴാണ് നമ്മൾ പറയുന്നത് IQന്, ഇന്റലക്ച്വൽ കോഷ്യന്റിന് കുറവുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ കുറവ് കൊണ്ട് ഇതുപോലെ റെസ്പോണ്ടിങ് രീതിയിലേക്ക് വരാതിരിക്കാം. ഇനി ഇതിനുള്ള മറ്റു മാനദണ്ഡങ്ങൾ, എക്സ്പോഷറിനുള്ള സ്പേസ് ഇല്ലെങ്കിലും ഇതുപോലെ IQ ഉണ്ടാകാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഏർലി ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ കുട്ടി റെസ്പോണ്ട് ചെയ്യാനായിട്ട്, അല്ലെ മോട്ടോർ റെസ്പോൺസ്, അതായത് കമന്ന് വീഴുന്നില്ല, ഇരിക്കുന്നില്ല, നടക്കുന്നില്ല, സംസാരം, ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ ഒരു എക്സ്പെക്റ്റഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരണം. വലിയ വലിയ സെന്റൻസുകൾ പറയണമെന്നല്ല, അവന്റെ ആവശ്യങ്ങൾ വേറൊരാളോട് ചോദിക്കുന്നു, വേറൊരാൾ പറയുന്ന കമ്മ്യൂണിക്കേഷനെ അവന് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നു, ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് ലോ IQ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 6 വയസ്സ് വരെയുള്ള ഡെവലപ്മെന്റ് കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട ഇന്റർവെൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളത് ഡിലേ ആയി പോയി കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാണ്. അതിനൊരു സിമ്പിൾ ഉദാഹരണം നമ്മൾ ഓർത്താൽ മതി. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വെക്കുന്ന ഒരു മാവിന്റെ ചെടി, ചെറിയൊരു മാവിൻ തൈ, കുഞ്ഞുനാളിൽ, അതായത് തീരെ വച്ച ഒരു സമയത്ത് തന്നെ അതിന് വെള്ളവും വളവും സൂര്യപ്രകാശവും ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ അത് മുരടിച്ചു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു മുരടിച്ചു പോകുമ്പോൾ നമ്മൾ നോക്കണം, അതിനെ പുഴു തിന്നത് കൊണ്ടാണോ, വളവും വെള്ളവും കിട്ടാത്തത് കൊണ്ടാണോ, സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് നോക്കണം. ഇനി അതെല്ലാം കൊടുത്തിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സോഴ്സിന്റെ, ആ ഒരു ചെടിയുടെ പ്രത്യേകതയാണത്. ഓക്കെ, ഇപ്പൊ ചെടിയുടെ ഒരു പ്രത്യേകത വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പറിച്ചു കളയാം. പക്ഷെ ഒരു കൊച്ചിനെ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പൊ അവിടെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കണ്ട് മനസ്സിലാക്കി വേണ്ട ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കുഞ്ഞിന് കൊടുക്കുക. അതിലൂടെ നമുക്ക് വളർത്തിയ ബുദ്ധിശക്തിയിലും അല്ലെങ്കിൽ വൈകാരികവും വൈജ്ഞാനികവുമായിട്ടുള്ള മേഖലകളിലൊക്കെ അവന് വികാസം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബുദ്ധിശക്തി, നിങ്ങളുടെ കുട്ടികൾക്ക് ബുദ്ധിശക്തി കൂട്ടാൻ ഈ ടോണിക്ക് കൊടുത്താൽ മതി, ആ മരുന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഞാനതിനെ ചെറിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 500 ml, അതായത് 1/2 ലിറ്റർ കൊള്ളുന്ന ഒരു കുപ്പി ഉണ്ടാവാം, 1 ലിറ്റർ കൊള്ളുന്ന ഒരു കുപ്പി ഉണ്ടാവാം, 2 ലിറ്റർ കൊള്ളുന്ന കുപ്പി ഉണ്ടാവാം, അല്ലേ? അപ്പൊ ഇവിടെ ഈ 1/2 ലിറ്റർ കൊള്ളുന്ന ഒരു കുപ്പി കാണിച്ചിട്ട് പറയുകയാണ്, ഓക്കെ, നിങ്ങൾ ഇന്ന ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക തരം ഒരു ശീതള പാനീയം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് 1 ലിറ്റർ ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, അത് നടക്കില്ല, അത് സാധ്യമല്ല. ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ IQ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആളുടെ ഒരു IQ കപ്പാസിറ്റി അയാളുടെ ജനനത്തിൽ തന്നെ ഡിറ്റർമൈൻ ചെയ്തിരിക്കും. പക്ഷെ അതിനെ ഫുൾഫില്ല് ചെയ്യാനാണ് ഈ ഡെവലപ്മെന്റൽ സ്റ്റേജസ്, പ്രത്യേകിച്ച് അഡോളസെന്റ് കാലഘട്ടങ്ങൾ ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ബ്രെയിനിന്റെ വളർച്ച
ഓൾമോസ്റ്റ് പൂർണ്ണമാകുന്നത് ഒരു 20-25 ഇയേഴ്സ് അത് ആകുമ്പോഴാണ്. പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ചെറിയ കാലഘട്ടങ്ങളിൽ വളരെ ഐക്യു ഉള്ളൊരു കുട്ടി, അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും ഇറങ്ങിയിരുന്ന കുട്ടി ഒരു കാലഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യാസം വരുമോ? വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ നാഡീവ്യൂഹ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മൂലം കുട്ടികൾക്ക് പെട്ടെന്നൊരു റിഗ്രഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് സീഷർ ഡിസോർഡേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞ എപ്പിലെപ്സി എന്നൊക്കെ പറയത്തില്ലേ, അതായത് നമുക്ക് ഫിക്സ് ഉണ്ടാവുക എന്നൊക്കെ പറയത്തില്ലേ. ഈ ഫിക്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു വളരെ ഒരു ഓൾട്രേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വളർച്ചയിലെ ഒരു റിഗ്രഷൻ, പുറകോട്ട് പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വരുന്നൊരു കുട്ടി പെട്ടെന്ന് പുറകോട്ട് പോകുന്നുണ്ട് എങ്കിൽ ന്യൂറോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകൾ വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മെനഞ്ചൈറ്റിസ് പോലെയുള്ള ചില രോഗാവസ്ഥകൾ അതിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് ട്യൂമർ പോലെയുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൈക്കോളജിക്കലായിട്ടുള്ള സ്ട്രെസ്. അതാണ് പറയാൻ വന്നത്. കാരണം എനിക്ക് അങ്ങനെ ഞാൻ കണ്ടിരിക്കുന്ന ചില കേസസ് ഉണ്ട്. അതായത് ഇവൻ 10th ക്ലാസ് വരെയൊക്കെ ഫുൾ A+ വാങ്ങിച്ചു, പക്ഷേ കുട്ടി +1 +2 ആയപ്പോഴത്തേക്കും ടോട്ടലി ഡാം ആയിപ്പോയി. അപ്പൊ അവിടെ വന്നേക്കുന്നത് ചില സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രോമകളാണ്. അപ്പൊ അക്യൂട്ട് ആയിട്ടുള്ള ചില ട്രോമകൾ കുട്ടികളെ പെട്ടെന്ന് പുറകോട്ട് വലിക്കുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് അത് കണ്ടെത്താൻ സാധിച്ചെന്ന് വരില്ല, ഫാമിലിക്ക് ചിലപ്പോൾ അതിന് വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ അവിടെയൊക്കെ കുറ്റപ്പെടുത്താതെ ഈ ഒരു വ്യക്തിയെ നമ്മൾ വേണ്ടൊരു പ്രൊഫഷണലിന്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ചിലപ്പോൾ പെട്ടെന്നുണ്ടായിട്ടുള്ള മാനസിക ആഘാതങ്ങൾ കുട്ടിയിൽ ഇതുപോലത്തെ മുറിവേൽപ്പിക്കാം, പിന്നീടുള്ള വളർച്ച വളരെ പ്രശ്നമായിട്ട് തീരാം. അപ്പോൾ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ നമ്മൾ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള, നമ്മൾ പറയുന്ന ഒരു ഇമോഷണൽ ഹീലിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രത്യേകം ബുദ്ധിശക്തിയും അവരുടെ വൈകാരികമായിട്ടുള്ള, വൈജ്ഞാനികവും വൈകാരികവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ എപ്പോഴും, അല്ലെങ്കിൽ അവ തമ്മിലൊരു ബന്ധമുണ്ട് കുട്ടികളുടെ വളർച്ചയിൽ അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇപ്പൊ ബുദ്ധിശക്തി കുറവായി പോയി എന്നതിന്റെ പേരിൽ മാറ്റി നിർത്തേണ്ടതോ തള്ളപ്പെടേണ്ടതോ ആയിട്ടുള്ള ഇതല്ല ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് മനുഷ്യൻ്റെതായിട്ടുള്ള ക്രെഡിബിലിറ്റി ഉണ്ട്. അവന് ദൈവം കൊടുത്തൊരു ജീവനാണ്, ജീവിതമാണ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കപ്പാസിറ്റി ചിലപ്പോൾ കുറഞ്ഞു പോയെന്നിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ നമുക്കുണ്ട് അല്ലേ. അപ്പം ഇതിനെയൊക്കെ വേണ്ട രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം തള്ളിക്കളയാതെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇതുപോലെ വീടുകളിൽ നിന്നും സമൂഹത്തിൻ്റെ മുൻനിരയിൽ നിന്നെല്ലാം മാറ്റപ്പെടുന്ന വ്യക്തികൾ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വളരുന്നുണ്ട്. അപ്പോൾ ചിലരുടെ വളരെ വിശാലമായിട്ടുള്ള മനസ്ഥിതി കൊണ്ട് അവരെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പം നമ്മുടെ സൊസൈറ്റി അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ രാഷ്ട്രീയ ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല ഒരു ഹാൻഡ് ഇതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സാമൂഹ്യ സുസ്ഥിതിക്ക് ഇതുപോലെയുള്ള ആൾക്കാരെയും ഇൻവോൾവ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം നമ്മൾ ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിയിലുണ്ടാകുന്ന വൈജ്ഞാനികമായിട്ടുള്ള കുറവ് അല്ലെങ്കിൽ ബുദ്ധിശക്തിയിലുള്ള കുറവുകളെല്ലാം ആ ഫാമിലിയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സൊസൈറ്റിക്ക് ഒരു കടപ്പാടുണ്ട്. അപ്പോൾ ഒരു സൊസൈറ്റിക്ക് കടപ്പാടുണ്ട്, സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലുള്ളവർക്ക് അതിനൊരു കടപ്പാടുണ്ട്, മതാത്മകമായിട്ടുള്ള ചില പരിഗണനകൾ അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു IQ അല്ലെങ്കിൽ SQ സോഷ്യൽ സ്കിൽസ് ഒക്കെ കുറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇന്ന് ഒത്തിരിയേറെ സന്നദ്ധ സംഘടനകൾ മുന്നിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനിയും അതിനുള്ള കാര്യങ്ങൾ മൂല്യച്യുതി സംഭവിക്കാതെ മൂല്യബോധമുള്ളവരായിട്ട് നമ്മുടെ സമൂഹം മാറട്ടെ എന്ന് ആശംസിക്കുന്നു.
മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി സിസ്റ്റർ. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ സമയം ഇതേ ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.